കേൾട്ടൻ. നമ്മൾ കേരളത്തിൽ തന്നെ ഒരു അടിപൊളി ഓഫ് റോഡ് റേസിംഗ് ആണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മളെ മാവൂരിലുള്ള വില്ലേരിക്കുന്നിലാണ് ഈ സംഭവം ഉള്ളത്. അപ്പോൾ ഏതായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കണ്ടോളി, കൂടെ കൂടിക്കോളി, സബ്സ്ക്രൈബ് ചെയ്തോളി. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. ഈ സൈഡിലൊക്കെ ഒരുപാട് 4x4 ഉണ്ട്. അങ്ങനെയുള്ള വണ്ടികളൊക്കെ അടിപൊളി മോഡിഫൈ ചെയ്തിട്ടുള്ള പലതരം വണ്ടികളാട്ടോ ഈ സൈഡിലൊക്കെ കാണുന്നത്. ഇതാ ഒരുപാട് ടീമുണ്ട് കേട്ടോ. പല കാറ്റഗറിയിലായിട്ടാണ് ഇവിടെ മത്സരം നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരുപാട് വണ്ടികൾ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട അവിടുന്ന് താഴത്തേക്ക് വരുമ്പോൾ അവിടെയൊക്കെ ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ ഇവിടെ കച്ചവടക്കാരുണ്ട്, ഉപ്പിലിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഭയങ്കര വെയിലാണ്. അപ്പോൾ എല്ലാവരും ഒരുപാട് കച്ചവടക്കാരുണ്ട്. ഒരു കുറച്ച് ചെറിയൊരു ടീമുണ്ട് കേട്ടോ. ആയിഷ് ഇതൊക്കെ ഇതാ അവർ ഫുൾ ടീം എല്ലാവരും ഉണ്ട്. ഇതൊക്കെ ഇതാ ഒരു ടീം ഒരാൾ പോയി വരുന്നുണ്ട്. പെട്രോൾ, ഡീസൽ, ഓപ്പണ്, എക്സ്പേർട്ട്, അങ്ങനെ 4 കാറ്റഗറിയാണ് ഇന്ന് ഇവിടെ ഇതാണത്. ഓരോ കാറ്റഗറി ഏകദേശം ഇത് ടീമല്ല, ഇൻഡിവിജ്വൽ ആയിട്ടാണ്. ഇതിലിപ്പോൾ എക്സ്പേർട്ട് അല്ല ഡീസലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 13 കാറ്റഗറി 13 അതുള്ള കോമ്പറ്റീറ്റേഴ്സുകളുള്ളത്. അത് ഞങ്ങൾ ടീം കോക്കാച്ചി, കേൾട്ടൺ ക്ലബ്, കേൾട്ടൺ ഓഫ് റോഡ് ക്ലബിൻ്റെ കോക്കാച്ചി ഈ തിരിഞ്ഞിറക്കണം. മോമ വാ, ഞങ്ങൾ ഒന്നും കൂടി തീരെ ഒരു കാര്യം പറയട്ടെ. ഞങ്ങൾ രണ്ടാളും കൂടെ ഇതിൽ ഓടല്. ഇത് ഡ്രൈവർ, ഞാൻ കോ ഡ്രൈവർ. കേൾട്ടൺ ഓഫ് റോഡ് ക്ലബിലെ മെമ്പേഴ്സാണ്. ഇത് പൊട്ടിയതാകുമ്പോൾ പകുതി ആയപ്പോൾ തന്നെ ഞങ്ങളെ ഫ്രണ്ട് ജോയിന്റ് മുറിഞ്ഞാണ്. 2 വീലിൽ ഞങ്ങൾ ഫിനിഷ് ചെയ്തേക്കണേ. ഇനി ഒരു SS2 പറഞ്ഞ ഒരു സ്റ്റേജ് കൂടെ ഞങ്ങൾക്ക് ഓടാണ്ട്. അപ്പം അതിൻ്റെ മുന്നേ തന്നെ ഏകദേശം ഇത് റിപ്പയർ ചെയ്ത് കൊണ്ടുള്ള പരിപാടിയിലാണ്. അഡ്വഞ്ചർ ടീം ചെറുവാടിയാണ് ഈ മത്സരം നടത്തുന്നത് കേട്ടോ. 9 മത്സരം കഴിച്ചിട്ടുണ്ട്. അപ്പം വണ്ടിയിൽ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. അപ്പം നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് പോലെ. കേൾട്ടൻ അതെ ഇറങ്ങാൻ നിൽക്കുക. ഓക്കെ ഓക്കെ പിന്നെ റേസിങ് നല്ല അടിപൊളിയായിട്ട് നടക്കാം കേട്ടോ. ആ വണ്ടിയാണ് സൂപ്പർ റേസിംഗ് ആണ്, ഒന്നും പറയല്ല. ഇപ്പോൾ 3ാമത്തെ റൗണ്ടാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. ജിപ്സിയാണ് കേട്ടോ വരുന്നത് അടുത്ത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഇതാണ് കേട്ടോ കാണുന്നത്. അവിടെ അല്ലേ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്? എൻ്റെ അവിടെ തന്നെയല്ലേ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് അവിടെ തന്നെ. അപ്പോൾ സംഭവം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഏതായാലും നമുക്ക് വീഡിയോയിൽ മൊത്തമായിട്ട് കാണാം കേട്ടോ. എങ്ങനെയാണെന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സെറ്റാവും. ഇത് നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുവാടി അഡ്വഞ്ചർ ക്ലബ്ബാണ്. അപ്പോൾ നമ്മൾ ആ കാണുന്ന ആ റൂട്ട് കൂടി ആയിട്ടാണ് പോകുന്നത് റേസിംഗ്. ഫുള്ള് നമുക്ക് ഇവിടുന്ന് കാണിക്കാൻ കഴിയില്ല, കാരണം ഒരു ഭാഗത്ത് മാത്രം നിൽക്കുന്നതുകൊണ്ട്. അതാട്ടോ വണ്ടി വരുന്നത്.
ഫിനിഷിംഗ് ലൈനിൽ ഇതാണ് അതിൻ്റെ കറക്റ്റ്. അപ്പം നമ്മൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ട്രാക്കുകൾ. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ട്രാക്ക്. അപ്പോൾ ആ ട്രാക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ. അടുത്ത വണ്ടി കയറുന്നതിന് മുന്നായിട്ട് നമുക്ക് ട്രാക്ക് ഒന്ന് കാണാം. ഇതൊക്കെ ഈ കാണുന്ന ട്രാക്കാണ്. ഇതാ കൂടെ പോയിട്ട് ഇതാ ഇവിടെയൊക്കെ ഇതൊക്കെ അതിൻ്റെ ട്രാക്കാണ് വരുന്നത് ഇതില്ലേ. പിന്നെ അതേപോലെ ഈ സൈഡിലേക്കുണ്ട്. ഇതും അതിൻ്റെ ഒരു ട്രാക്കാട്ടോ. ഇതാണ് ആ മുകളിൽ വരെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് കൂടി ഇങ്ങനെ റിട്ടേൺ വരും കേട്ടോ. ഇതെന്ത് പോയിന്റാ? ഇതിവിടെ വന്നു കഴിഞ്ഞാൽ കപ്പ് പൊക്ക് കേട്ടോ. ടീം സ്റ്റാർട്ട് ചെയ്തു. വണ്ടി എടുത്തോളാം. അപ്പോൾ അടുത്ത ടീം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് തുടങ്ങാറുണ്ടോ? അല്ല, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാം സാർ പരിപാടിയാണ്. അടിപൊളി പരിപാടി അല്ലേ? മുന്നേ അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഞാൻ ഒരുപാട് പരിപാടിക്ക് പോകലുണ്ട്. ഒരുപാട് വീടുകളുണ്ട്.
അപ്പോൾ ഇവർ മലപ്പുറം ഉള്ള ടീമാണ്. മലപ്പുറം ഏതാ ടീമിൻ്റെ പേര്? ടീം കൊളോസസ്. ടീം ടീം കൊളോസസ്. ടീം കൊളോസസ് ടീമാണ്. വണ്ടി എന്തോ ചെറിയൊരു പരിപാടി ശരിയാക്കി വന്നിട്ടാണ്. അപ്പോൾ ഏകദേശം ശരിയായിട്ടുണ്ട്. ടൈമിന്റെ കാര്യം സംഭവിച്ചാൽ നിലവിൽ ട്രാക്ക് ലെങ്ത് ടൈം നോക്കും. അതേപോലെ തന്നെ ഈ കോൺ വെക്കുന്നുണ്ടല്ലോ, ആ കോൺ ഒരു കോണിന് 50 പോയിന്റ് ആണ്. 50 പോയിന്റ് അങ്ങനെ 3 കോണുണ്ട്. അപ്പോൾ 150 പോയിന്റ്. അപ്പോൾ 150 പോയിന്റും അതേപോലെ വേറെ പെനാൽറ്റികൾ ഈ ബോൾ ഉണ്ടല്ലോ കുറ്റി പൊട്ടി കഴിഞ്ഞാൽ പിന്നെ അതിന് 5 പോയിന്റ്. 5 പോയിന്റ് അല്ലേ? അത് ശരി. അല്ല എന്നിട്ട് പിന്നെ അങ്ങനെ സംഭവം അതിൽ ടൈമിങ് ഞാൻ നോക്കിയത് ടൈമിംഗ് അല്ലേ? ഏറ്റവും കുറഞ്ഞ ടൈമിൽ ഫിനിഷിംഗ് അല്ലേ? അതിന് പെനാൽറ്റി ഉണ്ടാകാൻ പാടില്ല. അതേമാതിരി നിലവിലുള്ള ഫോണ് ഇതെല്ലാം എടുത്തിട്ട് ഉള്ളവർക്ക് മാത്രം ഫസ്റ്റ് കൊടുക്കണം. അപ്പോൾ പെട്രോൾ വണ്ടിന്റെ ഇവിടെ പെട്രോൾ വണ്ടിന്റെ ട്രാക്ക് കഴിഞ്ഞ് ഇവിടെ ഓരോ സെക്കൻഡ് സ്റ്റേജ് ആണ് അപ്പുറത്ത് അല്ലേ? ഓക്കെ ഇങ്ങോട്ട് വരും അല്ലേ? ഓക്കെ. അപ്പോൾ ഉച്ച ആയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാം. ഈ ടീം മെമ്പേഴ്സ് കംപ്ലീറ്റ് ഫുഡ് കഴിക്കുകയാണ് ഇവിടെ. ഇതിലെങ്ങനെ പോയിട്ട് അതിലെ മേലെ കൂടെ കയറി വന്നിട്ട് മുകളിൽ കയറി വരും. പിന്നെ ഇവിടെ 1 2 3 4 5 ബിറ്റ് ഉണ്ട്. അതിൽ ഒന്നിലിറങ്ങിയാൽ ഈ 5 എണ്ണം കയറി ഇറങ്ങണം. അതായത് കയറിയ കൂടെ തന്നെ ഇറങ്ങാൻ പാടില്ല. നേരെ കയറിയിട്ട് ഓപ്പോസിറ്റ് ഇറങ്ങിയിട്ട് 5 ഫുള്ളാക്കിയതിനു ശേഷം താഴെക്കൂടെ വരും. അതിലെ താഴെ ഈ താഴെക്കൂടെ വന്നതിന് ശേഷം ഇവിടെ ഒരു കോണുണ്ട്. ആ കോൺ എടുക്കുക. അതിന് ശേഷം ഇവിടെ ഒരു കോണുണ്ട്. അതെടുക്കുക. അതെടുത്ത് ഇതിൽ വന്നിട്ട് ഇവിടെ ഫിനിഷ് ചെയ്യുക. അപ്പോൾ ഒരു ട്രാക്ക് ഫിനിഷായി. അതിന് ശേഷം അപ്പുറത്ത് വേറെ ട്രാക്ക് ഉണ്ട് മേലെ മുകളിലുണ്ട്. മുകളിൽ വേറെ ട്രാക്ക്, ഇത് വേറെ ട്രാക്ക്. ഈ 2 ട്രാക്കിൽ ബെസ്റ്റ് ടൈം നോക്കിയിട്ടാണ് വിജയികളെ പിടിക്കുന്നത്. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉള്ളത്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ആട്ടോ. അടുത്ത് നിന്ന് ഇറങ്ങാം. ഇതിൽ വന്ന് റേസിംഗ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ
പ്രത്യേകം ഉണ്ടല്ലോ. ഈ ട്രാക്കിലെ റേസിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം.